എന്റെ പൊന്നി ചൂടാ പുറത്ത്. ഇവിടെ കുറച്ച് വെള്ളം എടുക്കുന്നേ. ഞാൻ അവിടെ പോയിരിക്കട്ടെ കുറച്ച്. കുറവ് സാധനങ്ങളോ ഇടി? ഇത്ര സാധനം വാങ്ങിച്ചിട്ട് 19,000 രൂപയായി. ഇപ്പൊ കുറവ് സാധനം. 50,000 രൂപയോ? നിങ്ങൾ നാളെ കളിയാക്കാണോ? എടി എന്ത് നീ പറയണേ? നീ ഒന്ന് മനസ്സിലാക്കണം, ഈ സാധനമൊക്കെ എക്സ്പെൻസ് ഇല്ലേ, ചെലവില്ല ഇതിനൊക്കെ. എന്നാലും ഇത്രയും സാധനങ്ങൾ 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചോ? ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ബില്ല് എനിക്ക് കിട്ടിയേ പറ്റൂ. 50,000 രൂപയേ. ഡീറ്റെയിൽ ബില്ല് കിട്ടിയാ പോരെ? മതി. അപ്പൊ നിനക്ക് മനസ്സിലാവല്ലോ. ഇപ്പൊ കൊണ്ടുവരാം. നിനക്ക് ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ബില്ലല്ല ആവശ്യം. അതെ കേട്ടോ, ഇവിടുന്ന് ഞാൻ പോയില്ലായിരുന്നോ, പോകുന്ന വഴിക്ക് ഒരു ചായ 25,000 രൂപ. 25,000 രൂപയുടെ ചായയോ? നിങ്ങളെന്താ സ്വർണം കൊണ്ടുള്ള ചായ കുടിച്ചേ? എടി 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാ ഞാൻ ചായ കുടിച്ച, അതാ 25,000 രൂപ. പിന്നെ ഇതിന്റെ ബില്ല് അവർ തന്നാത്തതുകൊണ്ട് എന്റെ കയ്യിൽ ബില്ലില്ല, അതുകൊണ്ട് അത് എന്നോട് ചോദിക്കരുത്. പിന്നെ ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ലല്ലോ, ഇത്രയും പച്ചക്കറി വാങ്ങിച്ച് പോയി വരണ്ടേ, അതിന് ട്രാൻസ്പോർട്ടേഷൻ അതിന് 20,000 രൂപ. 45,000 രൂപയല്ലേ? 20,000 രൂപയുടെ ട്രാൻസ്പോർട്ടേഷനോ? നിങ്ങൾ വണ്ടി സ്വന്തമായിട്ട് വാങ്ങിക്കായിരുന്നോ? 20,000 രൂപയ്ക്ക് വെറുതെ ആരും ട്രാൻസ്പോർട്ടേഷൻ തരില്ലല്ലോ. 20,000 രൂപയായി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ ടയർ പഞ്ചറായെന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ കാശൊക്കെ കൊടുത്ത് അങ്ങനെയാണ് 20,000 രൂപയായ. പിന്നെ പുറത്തിറങ്ങിയ ഭയങ്കര വെയില്. അപ്പൊ ഞാനൊരു 3,500 രൂപയുടെ ഒരു കുട വാങ്ങിച്ചു. ആ ഡയമണ്ട് പഠിപ്പിച്ച 3,500 കൊടയൊന്ന് കാണട്ടെ, ഒന്ന് എടുത്തിട്ട് വന്നേ. കൊടയല്ലേ എടി, പോരുന്ന വഴിക്കുണ്ടല്ലോ ഒരു ചേച്ചി, ആ ചേച്ചിക്ക് കൊടയില്ലാണ്ട് ഇങ്ങനെ നടന്നു വരാ വെയിലത്തേക്കൂടെ. അപ്പൊ ഞാൻ അപ്പോഴെടുത്ത് ആ ചേച്ചിക്കും കൊടുത്തു. പിന്നെ അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1,500 രൂപയുടെ പച്ചക്കറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പച്ചക്കറിയും ബാക്കി സാധനങ്ങളെല്ലാം കൂട്ടി 1,500 രൂപയായി. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കോട്ടോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇതാണ് ഈ ഡീറ്റെയിൽഡ് ബില്ല്. ഓക്കെ. 1,500 രൂപയ്ക്കെങ്കിലും നിങ്ങൾ പച്ചക്കറിയും ബാക്കി സാധനങ്ങളും വാങ്ങിച്ചല്ലോ. ഇത്രയും പച്ചക്കറി. പിന്നെ പച്ചക്കറി ഇത്രയും കിട്ടിയില്ലേ? ഇപ്പഴത്തെ കാലത്ത് ഇത്രയും പച്ചക്കറി കിട്ടോ? നീ എന്തൊക്കെ മനസ്സിലാക്കണം, കാലം പോയ ഒരു പോക്കേ.